നമസ്കാരം. ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്ത്യ vs ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയുമായി തമ്മിൽ നടക്കാൻ പോകുന്ന 3 T20 മാച്ചുകളും 3 വൺഡേ മാച്ചുകളും, അതായത് ജൂലൈ 27 തുടങ്ങാനിരിക്കുന്ന ഇന്ത്യ vs ശ്രീലങ്ക പരമ്പരയുടെ പിന്നീട് എന്തായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. മനസ്സിലായോ? അപ്പോൾ പ്ലേയിങ് 11 എന്തായിരിക്കും, ഷെഡ്യൂൾഡ് എങ്ങനെയാണ്, മാച്ച് ഷെഡ്യൂൾഡ് എങ്ങനെയാണ്, എവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ T20യെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. ആദ്യം T20 സ്ക്വാഡ് വന്നിട്ടുണ്ട്. T20 സ്ക്വാഡ് എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്. എന്തിനാണെന്നൊരു പിടുത്തമില്ല കേട്ടോ. ഉള്ള ഓൾറൗണ്ടേഴ്സിനെ മൊത്തം കുത്തി നിറച്ചിട്ടുണ്ട്. സഞ്ജു സാംസനെ എന്തിനു എടുത്തില്ല എന്ന് എനിക്കറിയത്തില്ല. കാരണം കഴിഞ്ഞ ലാസ്റ്റ് കളിയിൽ സെഞ്ചുറി അടിച്ച ഒരു വ്യക്തിയെ മാറ്റരുത്. ഇതിൽ എത്രയും ഓൾറൗണ്ടേഴ്സിനെ കുത്തി തിരികെ കയറ്റി വെച്ചിട്ടുണ്ട്. റിയാൻ പരാഗ് ആയിക്കോട്ടെ, പിന്നെ അടുത്ത ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ശിവം ഡൂബെ, അക്സർ പട്ടേൽ. നോക്കണം ഇങ്ങോട്ട് വരുമ്പോൾ ശിവൻ ഡൂബെ ആയിക്കോട്ടെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയി, ഇവരൊക്കെ രവി ബിഷ്ണോയി ഇല്ല, 5-6 ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. പോട്ടെ, ചിലപ്പം ഓൾറൗണ്ടേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം ടീം ജയിച്ചത്. അതായിരിക്കാം T20 ഏറ്റവും അത്യാവശ്യം എന്ന് അവർ കരുതി കാണും. മേ ബി ശരിയുമായിരിക്കാം. പിന്നെ ഹർഷദീപ് സിംഗ്, ഖാലിദ് അഹമ്മദ്, മുഹമ്മദ് സിറാജ്. ഇതായിരുന്നു നമ്മുടെ T20ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചതായിരുന്നു. ഇനി ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ T20 സ്ക്വാഡ് പ്ലേയിങ് 11 ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തലിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ആരൊക്കെ കാണും എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പായിട്ടും ഇപ്പം ഈ ഗൗതം ഗംഭീറിന്റെ പിന്നെ ചുമതലയിലുള്ള ആദ്യത്തെ പരമ്പരയാണ് അല്ലെ. ആ പരമ്പര ഒരിക്കലും തോൽക്കണമെന്ന് ഗൗതം ഗംഭീറോ ആരും വിചാരിക്കത്തില്ല. മനസ്സിലായോ? എല്ലാവരും എന്തായാലും പിന്നീട് എന്താണ് 3-0 തന്നെ ഇന്ത്യ ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയായിരിക്കും ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ള അവർ ടീം സെലക്ട് ചെയ്തത്. അതുകൊണ്ട് അവിടെ ഒരു പരീക്ഷണത്തിനുള്ള പിന്നീട് ഏതൊരു ചാൻസും നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ പിന്നീട് T20 ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യ ഫസ്റ്റ് കളിയിൽ പുറത്തിറക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തായാലും ശുഭ്മാൻ പിന്നെ ഗില്ലും യശസ്വി ജയ്സ്വാളും ആയിരിക്കും ഓപ്പണിംഗ്. അതിന് വേറെ മാറ്റമൊന്നും കാണില്ല. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. പിന്നെ ഫസ്റ്റ് ഡൗൺ ആയിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു പിന്നീട് ഋഷഭ് പന്തിനെ ആയിരിക്കും ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ്. കാരണം പിന്നെ വേൾഡ് കപ്പിലും ഋഷഭ് പന്തായിരുന്നു ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങിയത്. ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങി അവൻ നല്ല കളി കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തായിരിക്കും പ്ലേയിങ് 11 സഞ്ജു സാംസണ് അവിടെ എന്താണ് പിന്നെ പ്ലേയിങ് 11 ചാൻസ് ഇല്ല. ഞാൻ സഞ്ജു സാംസന്റെ കേസ് പറഞ്ഞത് ഒണ്ടേറെ കേസാണ്. അപ്പൊ സഞ്ജു സാംസൺ എന്തായാലും ഈ പറയുന്ന T20 പിന്നെ ഈ ഫസ്റ്റ് കളിയിൽ പ്ലേയിങ് 11 സഞ്ജു സാംസന് സ്ഥാനം കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 4ാം സ്ഥാനത്ത് സ്കൈ ആയിരിക്കും. നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ സ്കൈ ആയിരിക്കും. സ്കൈ പിന്നീട് 4ാം സ്ഥാനത്ത് ഇറങ്ങും. പിന്നെ വന്നിട്ട് എന്താണ് ഹാർദിക് പാണ്ഡ്യ. ഇപ്പൊ ക്യാപ്റ്റൻസിയും ഇല്ല, വൈസ് ക്യാപ്റ്റൻസിയും ഒന്നുമില്ല. വെറും ഒരു പ്ലെയർ എന്ന നിലയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഹാർദിക് പാണ്ഡ്യ ആസ് ഓൾറൗണ്ടർ കൂടിയായ ഹാർദിക് പാണ്ഡ്യയും ഉണ്ടാവും. അടുത്ത ഫിനിഷറും കൂടിയായ റിങ്കു സിംഗ് ആയിരിക്കും അടുത്തത്. എനിക്ക് ഇത് ഹാർദിക് പാണ്ഡ്യയും ശിവൻ ഡൂബെ. ഈ ഹാർദിക് പാണ്ഡ്യനും ശിവൻ ഡൂബെനെ ഒത്തിറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശിവൻ ഡൂബെ മാറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും അവിടെ ഇറക്കുന്നത്. ഈ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ശിവൻ ഡൂബെ കൊണ്ടുപോയത്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്തെങ്കിലും പിന്നീട് പരിക്കോ എന്തെങ്കിലും പറ്റണമെങ്കിൽ മാത്രമേ ശിവൻ ഡൂബെക്ക് ചാൻസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കട്ടെ, അടുത്ത റിങ്കു സിംഗ് ആയിരിക്കും. പിന്നെ വരുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും. മനസ്സിലായോ? ഓഫ് സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദർ. നമുക്കറിയാം ഈ പറയുന്ന എവിടെയാണ് നമ്മുടെ സിംബാബ്വെ പര്യടനത്തിൽ പോയപ്പോഴും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അക്സർ പട്ടേൽ, പിന്നീട് രവി ബിഷ്ണോയി, ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്. അതായത് ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജ് 2 പേസ് ബോളേഴ്സ് ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഹാർദിക് പാണ്ഡ്യയും ഒരു പേസ് ബോളറായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ. പിന്നെ സ്പിന്നേഴ്സ് എന്നുള്ള നിലയിൽ രവി ബിഷ്ണോയി ഒരു പ്യുവർ സ്പിന്നർ ഉണ്ടാവുമെങ്കിലും ഓൾറൗണ്ടർ എന്ന നിലയിൽ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കണം. ഇതായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 1, 2, 3, 4, 5, 11. ഇതായിരിക്കും ഇന്ത്യയുടെ പ്ലേയിങ് 11 സാധ്യത കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും എവിടെയൊക്കെയാണ് ഈ കളി നടക്കുക, എന്നാണ് കളി? അതായത് ജൂലൈ 27 ഈ മാസം 27 കളി നടക്കുന്നത്. ഈ 27 കളിയുണ്ട്, 28 കളിയുണ്ട്, പിന്നെ 30. അതാണ് T20 3 ഡേറ്റുകൾ. 27, 28, 30. എത്ര മണിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ ടൈം വൈകിട്ട് 7 മണിക്കാണ് ഈ കളികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഒണ്ടയാണെങ്കിൽ ഓഗസ്റ്റ് 2 തുടങ്ങും. പിന്നെ 2, 4, 7 ഇതാണ് ഒണ്ടര ടൈം. അത് ഒണ്ടര സമയം എന്ന് പറഞ്ഞാൽ 2:30 ഉച്ചയ്ക്ക് 2:30 ഇവിടെ കളി തുടങ്ങും. ഇനി എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ സോണി സ്പോർട്സിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സോണി സ്പോർട്സ് നെറ്റ്വർക്കിലും പിന്നീട് സോണി ലിവിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടതുപോലെ നമ്മൾ ജിയോയുടെ ആപ്പിലും കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേയിങ് 11 ആയിരിക്കാം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായിട്ട് ഇറങ്ങാൻ പോകുന്ന ആദ്യ T20 പുറത്തിറക്കാൻ പോകുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.